ഇവിടെ ഒരു ബോർഡ് കണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സൂ ആണിത്. നമ്മളെ ഇന്ത്യ ഹയസ്റ്റ് സൂ അല്ല ഇപ്പോൾ ഉള്ളത്. വേറെ കിടക്കുന്നുണ്ടോ? അതിന്റെ മുകളിൽ കിടക്കുന്ന നല്ല ഉറങ്ങുന്ന സങ്കടമായി. ഇവിടെ ഒന്നുകൂടെ ഇവിടെ ഒന്നും ഉളർന്നു കളിക്കണ്ട. പക്ഷെ എനിക്ക് കാണുന്നില്ല ഇവിടെ ക്യാമറ കൂടെ. കാരണം വെയിലടിച്ചിട്ട് അതിൽ ക്യാമറ കാണുന്നതിനുള്ള പിന്നീട് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല കാണുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. ഇവിടെ അങ്ങനെ ഒന്നും ഉളർന്നു കളിക്കാം. ഈ സാധനം കാട്ടുപൂച്ച, ആ സാധനം തട്ടിപ്പില്ലേ, ഞാൻ അതിലെ കാണുന്നുണ്ട് സാധനെ. ഇതിനുള്ള കൂടെ കാണണില്ലേ? കായിക കായെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് കായിക എങ്ങനെ മനുഷ്യനെ തിന്ന സാധനം. എനിക്കടാ അവിടെ ഹിമാലയ ഗ്രിഫോൺ വെൽഷറാണ്. ഈ ഹിമാലയ മാത്രമേ കാണുന്ന സാധനം എന്നല്ല എൻ്റെ. ഇവിടെ ഇപ്പോൾ 2 കരടിനെ കണ്ടേ. ചെറിയ നേരമായിട്ട് കണ്ടത്. എപ്പോഴും 2 കരടി കാണണ്ട. ഇത് ഹിമാലയത്തിലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് ചുരത്തിന് മുകളിൽ ഇതിന് അല്ല എന്ത് ഏത് മലയിടിക്കലും ഉണ്ടാക്കാൻ പറ്റൂ, ഇത് നിൽക്കാൻ പറ്റും. എന്ത് ഒഴിവാണെങ്കിലും അല്ലേ. അവിടെ നല്ല രസത്തില് കാണേ. വേണ്ട, ഈ സൂല് വേണ്ട, വെറുതെ വേസ്റ്റാണ്. ഒരു 2 കിലോമീറ്റർ നടക്കാമെന്നല്ലാതെ. പക്ഷെ എന്താണ് ഈ നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാം. എനിക്ക് വല്ല മൃഗങ്ങളെ കാണാൻ സാധിക്കും. വൈകുന്നേരം ഒരു ടൈമുണ്ടല്ലോ അവിടെ ആയിരിക്കും. പക്ഷെ കുറച്ച് മാനുകൾ, 2 ടൈഗറും 2 കരടിനെയും മാത്രം കണ്ടത്. അത് കൂട്ടിലടിച്ചുകൊണ്ട് മാത്രം. അല്ലാത്ത കുറേ വഴികളാണ് ഇതിനുള്ളിൽ കൂടെ ഒക്കെ നടക്കാനുള്ളത്. നടക്കാൻ ഓക്കെ, നല്ല ഞാൻ ജാക്കറ്റ് ഇട്ടില്ല, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. തണുപ്പത്ത് കൂടെ നടന്ന് ഇങ്ങനെ വരാം, അതൊക്കെ ഓക്കെ. അല്ലാതെ ഒരു മൃഗങ്ങളെ കാണാനുള്ള ലെവലിൽ ഈ സൂല് കയറിയിട്ട് കാര്യമില്ല. ഇപ്പം സിംലയിൽ നമ്മൾ പോകുന്നത് ഇപ്പം ഇങ്ങനെ മാൾ റോഡിലേക്കാണ്. മാൾ റോഡിലേക്ക് പോകുമ്പോൾ കാർ പാർക്ക് എന്ന് പറയുന്നത് 5 ഫ്ലോർ താഴെ കാർ പാർക്ക് ചെയ്തോ. അതിന് മേലേക്ക് അവിടെ ലിഫ്റ്റില്ല. ലിഫ്റ്റ് അവിടെ കംപ്ലൈൻറ്റാണ്. ഞാൻ മേലേക്ക് വന്നു പിന്നെ ഇവിടുന്ന് ഇതിൻ്റെ മേലെ കയറുന്നതൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഇവിടെ ലിഫ്റ്റ് സിസ്റ്റം ഉള്ളത്. ലിഫ്റ്റ് സിസ്റ്റം ഒരാൾക്ക് 20 രൂപ വാങ്ങിയിട്ട് ലിഫ്റ്റ് മേലേക്ക് കയറാനുണ്ട്. അത് സംഭവം 20 രൂപ കൊടുത്താൽ കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. കാരണം അങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടാവുന്നത് വളരെ ഉപകാരമുള്ള സംഗതിയാണ്. വെറും 20 രൂപ മതി ഒരാൾക്ക്. അതായത് നമുക്ക് എത്രയോ മുകളിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട്. ഇത് മലൻ്റെ സൈഡിൽ തന്നെ. അത് നല്ലൊരു പരിപാടി. നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ടൊന്ന് പോകാം. അങ്ങനെ പോട്ടെ, ഞാനൊന്നും നോക്കിയിട്ടില്ല. കുറേ ആൾക്കാർ കയറുന്നുണ്ട്. ഇരുപത്തോളം ആൾക്കാർ കയറാൻ പറ്റുന്നുണ്ട്. बहुत जल्दी आना यार। कितना फोन है? एक बस है? हाँ चलो आगे एक और है वो अम्बिका भी ना लगा കൺഫ്യൂഷൻ ആയി. 2 ഫ്ലോർ ഉണ്ട്. പക്ഷെ 1 കയറാൻ ഇതിൽ തന്നെ കയറാൻ വന്ന ആൾക്കാർ പറഞ്ഞു. അവർക്ക് ടൂറിസ്റ്റാണ്. നമുക്ക് ഒന്നിങ്ങനെ പോയി ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നോക്കണേ. ഒരു മലൻ്റെ ചെറിയ ഫുള്ള് ഹോട്ടലുകളൊക്കെയാണ് ഇവിടെ. വഴി നോക്കണേ, നമ്മൾ ആ റോഡിലേക്കുള്ളൊരു വഴി ഇട്ട് കൊടുക്കണേ. ഇല്ല അവിടെ വേറെ ലിഫ്റ്റാണോ ഇനി?
അവിടെ വേറെ ലിഫ്റ്റ് ഉണ്ട് അല്ലേ? അവിടെ വേറെ ഒരു ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. അവിടുന്ന് ഒരു ഇത് കയറി പിന്നെ ഇവിടുന്ന് വേറൊരു ലിഫ്റ്റിൽ കയറാൻ പോവാം. അടിപൊളി. ഹലോ ബായ്, പ്രണാം. എന്തോ പറയും തെറി പറഞ്ഞാൽ സാർ അത് കിട്ടും. രണ്ടാമത്തെ കയറി രണ്ട് ഭാഗത്തായിട്ടാണ് ലിഫ്റ്റ് ഉള്ളത്. മേലെ കയറി നമ്മളിപ്പം മാളിലോട്ട് വന്ന് ഇവിടാണ് ഒരു എന്താ പറയുക രാത്രി കാണേണ്ട കാഴ്ചകളൊക്കെ ഉള്ളത്. കുറച്ചേരം വീട്ടിൽ ഇന്ന് ഫുള്ളായിട്ട് ഇവിടെ തന്നെ ഉള്ളത്. ഇനി വേറെ എവിടെ പോകുന്നില്ല. ഇന്ന് രാത്രി വൈകിട്ടൊക്കെ ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ദൂരമൊക്കെ ഒന്ന് പോകാൻ ഇത് നോക്കാം നമുക്ക്. जाना है भी या मंदिर भी है, जब टेंपल भी है, हनुमान जी टेंपल तक। ഒരാൾ ഇന്ത്യൻ കോഫി ഷോപ്പ് ഒന്ന് ചോദിച്ചു നോക്കണം. അറിയട്ടെ, ഇവിടെ ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വെച്ചിട്ടാണ് പോകുന്നത്. നല്ല ഡ്രസ്സിൻ്റെ ഒക്കെ അതെങ്ങനെ ചുരിദാറ് അടിപൊളിയല്ലോ. വെൽവെറ്റാ? ഇവിടെ അതേമാതിരി മറ്റേ ഒരു ചർച്ച് ഉണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റായ രണ്ടാമത്തെ ചർച്ച് അതിപ്പോൾ ഇവിടെ ഉള്ളത്. ഒരു പഴയ കാലത്തുള്ള ഒരു ചർച്ച് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതൊരു ബ്രാൻഡഡ് ഏരിയ ആണ്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം. ഒരു കോസ്റ്റ്ലി ഏരിയ ആണ് ശരിക്കും ഇത്. ഈ മാൾ റോഡ് എന്ന് പറയുന്നത്. ഷോപ്പിങ്ങിന് പറ്റുന്ന പോലെ ഒരു ബ്രാൻഡഡ് ഷോപ്പുകൾ മുകളിലൊക്കെ ഒന്നും കൂടി പോയേക്കാം. ഇവിടെ അടുത്തടുത്ത് നല്ല വൈൻ ഷോപ്പ് ബിയർ ഷോപ്പൊക്കെ കാണുന്നുണ്ട് കുറേ. सब्जी वाले पैसे दे दो फिर കംപ്ലീറ്റ് ബ്രാൻഡഡ് ഷോപ്പുകളാണ്. വാനിഷ്, സ്കെച്ചേഴ്സ്, LG. ഇതിനെ നീണ്ടു കിടക്കാൻ കേട്ടോ. ഒരുപാട് ലെങ്ത് ഉണ്ട് ഈ റോഡ്. ഇതിന് മേലൊക്കെ ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. ഒരു ഇതുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞ ചർച്ച് ഉള്ളത്. നോർത്ത് ഇന്ത്യയിലെ ഓൾഡസ്റ്റ് രണ്ടാമത്തെ ചർച്ച് മറ്റേ അതിൻ്റെ മേലുള്ളത്. ഒരുപാട് നീണ്ടെടുക്കാം. ഇതിനിപ്പോൾ ഇവിടെ വേറൊരു സുഖം. ബൈക്കോ കാറോ ഒന്നും ഇങ്ങനെ ഇലടില്ല, വണ്ടിയിലൊന്നും ഇലടില്ല. അതിനെ കൊണ്ട് സൈലൻ്റാണ്. എന്താ പറയുക, നമുക്ക് ഈവനിങ് വന്ന് ഇരിക്കാനും പിടിക്കാനും അല്ലേ, ചെറിയ കാര്യങ്ങളൊക്കെ ഇരിക്കാനും പിടിക്കാനൊക്കെ സുഖമാണ്. ഒരു വണ്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടോ സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊരു പഴയൊരു ബിൽഡിങ്ങാണ് കേട്ടോ. ഇത് അവിടെ 1887 ബിൽഡിങ്ങാണ്. ഇത് ഇവിടുത്തെ ഒരു ടൗൺ ഹാളാണ്. ലിവേഴ്സ്, അഡിഡാസ്. കുട്ടിച്ചൊരു ചാനൽ വെച്ച് ഇപ്പോൾ നോക്കിയാൽ ഇരിക്കാനെന്ന് വെച്ചിട്ട് ഞാൻ കള്ളത്തരം പറഞ്ഞില്ല. ഇവരുടെ പ്യൂമ,